കുറേ നാളുകൾക്ക് ശേഷം ഈ വേപ്പ് മരമാണ് ഒരിക്കൽ ക്ഷേത്രത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് മുറിച്ചു മാറ്റപ്പെട്ട് കൊണ്ടുപോകുന്നത്. അങ്ങനെ അവർ തിരിച്ച് തങ്ങളുടെ നാട്ടിലേക്ക് തന്നെ തിരിച്ചെത്തി. അവിടെ ആ സമയത്ത് നേരത്തെ ഉണ്ടായിരുന്ന നമ്പി മറ്റൊരു ചെട്ടിയാരായി ജന്മമെടുക്കണമെന്ന് പറഞ്ഞിരുന്നല്ലോ. ആ നമ്പി ഇതുപോലെ ഒരു ചെട്ടിയാരുടെ ഭാര്യ മക്കളില്ലാതെ വിഷമിച്ച് കുറേ ദുഃഖിതയായി പ്രാർത്ഥിച്ച് അവർക്കൊരു കുട്ടി ഉണ്ടാവുകയാണ്. ആ കുട്ടിക്ക് അവർ ആനന്ദൻ എന്ന് പേര് കൊടുക്കുകയാണ്. അവൻ മിടുക്കനായിരുന്നു, പഠിക്കാനായിട്ട് ഏറ്റവും നല്ലവനായിരുന്നു. അവന് വാണിജ്യം ചെയ്യാനായിട്ടായിരുന്നു താല്പര്യം. അങ്ങനെ വാണിജ്യത്തിന് വേണ്ടി അവനെ പറഞ്ഞു വിടുന്ന സമയത്ത് അവൻ്റെ അച്ഛൻ അവനെ ഓർമ്മിപ്പിച്ചു, സ്ത്രീയുടെ കൈകൊണ്ടായിരിക്കും നിൻ്റെ മരണമെന്ന് നിൻ്റെ ജാതകത്തിലുണ്ട്. അപ്പോൾ വീണ്ടും നമ്മൾ കാണുന്നു ഇവർക്ക് എന്തെല്ലാം വിശ്വാസങ്ങളുണ്ട് എന്നുള്ളത്. അങ്ങനെ നിൻ്റെ ജാതകത്തിൽ ഇതുണ്ട്, അതുകൊണ്ട് നീ ഒന്ന് ശ്രദ്ധിക്കണം എന്നൊരു താക്കീതോട് കൂടിയിട്ടാണ് അച്ഛൻ മകനെ പറഞ്ഞു വിടുന്നത്. ഈ മകനാകട്ടെ പിന്നീട് വാണിജ്യം ചെയ്യാനായിട്ട് പല സ്ഥലത്തു പോയിട്ട് നടന്ന് അലഞ്ഞ് തിരിയുന്ന സമയത്ത് നീലി ഒരിക്കൽ ഇദ്ദേഹത്തെ കാണുകയാണ്. അപ്പോൾ നീലിക്ക് മനസ്സിലായി ഇത് നമ്പിയാണ് ചെട്ടിയാരായിട്ട് വന്നിരിക്കുന്നത് എന്ന്. അങ്ങനെ നീലി എന്ത് ചെയ്തു? ഇയാളെ കണ്ടപ്പോൾ തന്നെ ഉടുത്തൊരുങ്ങി. നീലിയുടെ ഒരുക്കം വളരെ ഗംഭീരമായിട്ടുള്ള വർണ്ണനയാണ് കേട്ടോ. അങ്ങനെ ഉടുത്തൊരുങ്ങി വളരെ സുന്ദരിയായതിനു ശേഷം ഈ നമ്പിയുടെ പുറകെ, ചെട്ടിയാരുടെ പുറകെ, ആനന്ദൻ്റെ പുറകെ നീലി നടക്കാൻ തുടങ്ങി. അങ്ങനെ ചോദിച്ചത് എന്താ? കുറച്ച് എള്ളോളം ചുണ്ണാമ്പ് തരൂ എന്നുള്ളതാണ് നീലി ചോദിക്കുന്നത്. പക്ഷേ അങ്ങനെ ചോദിച്ച ചോദ്യത്തിലും നീലിയിലും എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്ന് ഈ ചെട്ടിയാർ ഓർക്കുന്നു. പോരാതെ തൻ്റെ അച്ഛൻ തനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഉപദേശവും. ചെട്ടിയാർ ഉടനെ തന്നെ അവിടെ നിന്ന് സ്ഥലം കാലിയാക്കാൻ ശ്രമിക്കുന്നുണ്ട്. നീലിയുണ്ടോ വിടുന്നു. നീലി പിന്നാലെ പായുകയാണ്. അങ്ങനെ നീലി വിളിച്ചു പറയുന്നത് എന്താ? ഞാൻ അങ്ങയുടെ ഭാര്യയാണ് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചെട്ടിയാർ തിരിച്ചു പറയുന്നുണ്ട്, എനിക്കിങ്ങനെ ഒരു സ്ത്രീയെ അറിയത്തുപോലും ഇല്ല, നീ എൻ്റെ ഭാര്യയുമല്ല. പക്ഷേ നീലി ഇത് തന്നെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ചെട്ടിയാർ യാത്ര ചെയ്ത് ക്ഷീണിച്ച് ഓടി ക്ഷീണിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഒരു വൃദ്ധ ഒരു വീടിൻ്റെ മുന്നിൽ നിൽക്കുന്നത് കണ്ടു. അപ്പോൾ വൃദ്ധ പറഞ്ഞു, ഇങ്ങോട്ട് കയറു മകനെ, ഇവിടെ ഭക്ഷണമുണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അതൊക്കെ നീലിയുടെ ഓരോ കള്ളത്തരങ്ങളായിരുന്നു. പക്ഷേ അത് ചെട്ടിയാർക്ക് മനസ്സിലാക്കുകയും അയാൾ ജീവനും കൊണ്ടോടുകയും ചെയ്തു. അപ്പോൾ തൻ്റെ പുതിയ രീതിയിലുള്ള പരീക്ഷണത്തിലും വീഴാതെ ചെട്ടിയാർ ഓടുന്നത് കണ്ടിട്ട് നീലിക്ക് കുറേശ്ശെ ഒരു അരിശമൊക്കെ വരുന്നുണ്ട്. അങ്ങനെ നീലി എന്ത് ചെയ്തു? അവിടെ ഉണ്ടായിരുന്ന ഒരു കള്ളിച്ചെടി ഒടിച്ചെടുത്ത് ഒക്കത്ത് വെച്ച് അതിനെ കുട്ടിയാക്കി, ഒരാൺകുഞ്ഞാക്കി മാറ്റി. എന്നിട്ട് നീലി വിളിച്ചു പറയുന്നത് എന്താണ്? ഇത് നമുക്കുണ്ടായ കുഞ്ഞാണെന്നും ഈ കുഞ്ഞ് ഉണ്ടായിക്കഴിഞ്ഞതിന് ശേഷമാണ് അങ്ങേക്ക് എന്നോടുള്ള സ്നേഹം കുറഞ്ഞത് എന്നും ഞങ്ങളെ രണ്ടുപേരെയും ഉപേക്ഷിക്കരുതെന്നൊക്കെ പറഞ്ഞ് നീലി കരഞ്ഞുകൊണ്ട് ഓടുകയാണ്. അങ്ങനെ ഇദ്ദേഹം വേറൊരു ഗ്രാമത്തിലേക്ക് എത്തുകയും അവിടുത്തെ കുറേ ഗ്രാമത്തലവന്മാർ, ഒരു 70 പേരോളം ഉണ്ട്, ഇവരെല്ലാവരും കൂടി അവിടെ ഇരിക്കുകയാണ്. ഇരിക്കുന്ന സദസ്സിലേക്കാണ് ഈ ചെട്ടിയാർ ഓടിച്ചെല്ലുന്നത്. അപ്പം ഞാൻ ഒരു ചെട്ടിയാരാണ്, കച്ചവടത്തിന് വേണ്ടി വന്നതാണ്, കപ്പൽ വാങ്ങണം, എനിക്ക് കുറേ കച്ചവടങ്ങൾ ചെയ്യണം എന്നൊക്കെയാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ ഈ സ്ത്രീ എന്നെ പിന്തുടരുകയാണ് എന്നിങ്ങനെ ചെട്ടിയാർ പറഞ്ഞ് തീരുന്നതിന് മുന്നേ നീലി പോയിട്ട് ഈ കുഞ്ഞിനെയുമായിട്ട് ഇവരുടെ മുൻപിൽ വന്നിട്ട് കിടന്ന് കരയാൻ തുടങ്ങി. എന്നെ 5 വയസ്സിലാണ് ഇദ്ദേഹം വിവാഹം കഴിച്ചത്. അങ്ങനെ 5-ാം വയസ്സ് മുതൽ കൂടിയിട്ടുള്ള ഞാൻ എപ്പോഴാണോ ഒരാൺകുഞ്ഞിന് ജന്മം കൊടുത്തത് അതിനുശേഷം ഇയാൾക്ക് എന്നെ വേണ്ടാതെയായി. അങ്ങനെ എന്നെ ഉപേക്ഷിച്ചു, എന്നെയും കുഞ്ഞിനെയും ഉപേക്ഷിച്ച് അദ്ദേഹം പോകുകയാണ്. ഇതിലെന്തെങ്കിലും ഒരു പരിഹാരം നിങ്ങൾ ഉണ്ടാക്കി തരണമെന്ന് നീലി കരഞ്ഞ് പറയുകയാണ്. അപ്പോൾ നീലയുടെ ഈ കരച്ചിലൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഗ്രാമത്തലവന്മാരൊക്കെ ഉറപ്പിച്ചു ഇത് അവളുടെ ഭാഗത്ത് തന്നെയാണ് ശരിയെന്ന്. അപ്പോൾ ചെട്ടിയാർ തർക്കിച്ച് ഒരുപാട് പ്രാവശ്യം പറയുന്നുണ്ട്, അങ്ങനെയൊന്നും അല്ല, ഇവൾക്ക് പ്രശ്നക്കാരിയാണ്, ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കണം, ഇവൾ എൻ്റെ അന്ധകയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇതൊന്നും ആരും വകവയ്ക്കുന്നില്ല. കാരണം നീലി അത്രയും മികച്ച രീതിയിലാണ് തൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് അവരോട് പറഞ്ഞിരുന്നത്. അങ്ങനെ അവരെല്ലാവരും ഇത് പറഞ്ഞ് വിശ്വസിക്കുകയാണ്. ചെട്ടിയാർ അവസാനം എന്തു പറഞ്ഞു? ശരി, ഞാൻ നിങ്ങൾ പറയുന്നത് പോലെ അനുസരിക്കാം, ഈ പ്രശ്നത്തിൽ നിങ്ങളൊരു പരിഹാരം കണ്ടോളൂ. പക്ഷേ എനിക്കെന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ എനിക്കുണ്ടായ അതേ പാത തന്നെ നിങ്ങൾ 70 പേരും പിന്തുടർന്നോളെന്ന് പറഞ്ഞു. അപ്പോൾ അവരെന്ത് ചെയ്തു? സമ്മതിച്ചു. ഇതിനിടയിൽ ഈ ഗ്രാമക്കൂട്ടത്തിലുള്ള ആളുകൾ പറയുന്നുണ്ട്, നീ പറയുന്നത് ശരിയാണെങ്കിൽ അങ്ങ് ശുചീന്ദ്രം ക്ഷേത്രത്തിൽ പോയിട്ട് നീ ഇത് തെളിയിക്കണമെന്ന്. അപ്പോൾ അങ്ങനെ ഒരുപാട് ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള സൂചനകളൊക്കെ കഥയിൽ വരുന്നുണ്ട് കേട്ടോ. ഇപ്രകാരം പറഞ്ഞ്
ചെട്ടിയാരെയും ഈ കുട്ടിയെയും നീലിയെയും ഒന്നിച്ചാക്കിക്കൊണ്ട് ഈ ഗ്രാമക്കൂട്ടങ്ങളെല്ലാം തന്നെ പോവുകയാണ്. അവർ പറഞ്ഞു, വെളുക്കുന്നതിന് മുന്നേ ഞങ്ങൾ തിരിച്ചു വരും, അപ്പോൾ ഇതിനൊരു പരിഹാരം ആക്കിത്തരാം എന്നൊക്കെ പറഞ്ഞ് അവർ പോയി. ഇത് തന്നെ തക്കതായ സമയമെന്ന് മനസ്സിലാക്കിയ നീലി എന്താ ചെയ്തത്? നീലി ചെട്ടിയാരുടെ ചങ്ക് പിളർക്കുകയാണ്. അതിഗംഭീരമായ ഭീഭത്സരസാണ് ഈ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഭയം തോന്നുന്ന രീതിയിലും അറപ്പ് തോന്നുന്ന രീതിയിലും ഒക്കെയാണ് നീലിയുടെ കൊല നീലി നടത്തുന്നത്. കോഴിയുടെ കഴുത്ത് പിരിച്ച് ഞെരിച്ച് കൊല്ലുന്നത് പോലെ അത്ര ലാഘവത്തോടെയാണത്രേ നീലി ചെട്ടിയാരെ നിഷ്കരുണം വധിച്ചു കളഞ്ഞത്. ശരി, ഇനി അതുമാത്രമല്ല, അയാളുടെ നെഞ്ചിലെ ഈരെടുത്ത് പൊട്ട് അണിയുകയും അവൾ നെഞ്ചിൽ നിന്നൊഴുകുന്ന ചോര കൊണ്ട് നീരാടുകയും തലമുടി മാടി കെട്ടുകയും അവൾ കുളിച്ച് സംതൃപ്തിയോട് കൂടിയിട്ട് ഇങ്ങോട്ട് പോയി ആകാശത്തിലേക്ക് കയറിപ്പോയി എന്നുള്ളതാണ് വർണ്ണന. ഇനി ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷവും നീലി ആലോചിക്കുകയാണ്, അല്ല തീർന്നില്ല, ഇനി ഗ്രാമക്കൂട്ടത്തെ എല്ലാറ്റിനെയും കൂടി ഒതുക്കണം. 70 പേരോളം ഉണ്ട്, അവരെ കൂടി ഒതുക്കണം. അങ്ങനെ നീലി എന്ത് ചെയ്തു? ഉടനെ തന്നെ ഒരു വൃദ്ധയായ സ്ത്രീയുടെ രൂപം ധരിച്ചിട്ട് ഈ ചെട്ടിയാരുടെ അമ്മയായി ഈ ഗ്രാമക്കൂട്ടത്തിൻ്റെ മുന്നിലേക്ക് വരികയാണ്. അപ്പോൾ അവർ നോക്കുമ്പോൾ എന്താ, ഒരു വൃദ്ധയായ സ്ത്രീ വന്നിരിക്കുന്നു. തൻ്റെ മകനെ കാണാനില്ല. ഭർത്താവ് മരിച്ചതിന് ശേഷം തൻ്റെ മകൻ വീട് വിട്ടിറങ്ങിയതാണ്. അവനെക്കുറിച്ച് യാതൊരു രീതിയിലുള്ള വിവരങ്ങളും ലഭ്യമാകുന്നില്ല. അപ്പോൾ തന്നെ സഹായിക്കണം എന്ന് പറയാനായിട്ട് ഒരു വൃദ്ധയായിട്ടുള്ള ഒരു സ്ത്രീ വന്ന് അപേക്ഷിക്കുകയാണ്. ഈ രൂപത്തിലാണ് നീലി ചെല്ലുന്നത്. അപ്പം നീലിക്കറിയാം ഏതെല്ലാം രൂപത്തിൽ ചെല്ലണമെന്ന്. അപ്പോൾ ഇങ്ങനെ ചെന്ന് കഴിഞ്ഞതിന് ശേഷം വളരെ ദയനീയമായിട്ടുള്ള മാതാവിൻ്റെ ദുഃഖം, ഇതൊക്കെ തെക്കൻ പാട്ടുകൾക്ക് കുറേ കൂടി ഇഷ്ടമുള്ള വിഭവങ്ങളാണ് യഥാർത്ഥത്തിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ദുഃഖത്തെ അത്ര തീവ്രമായിട്ടാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നാട്ടുകൂട്ടം പറയും, അല്ലെങ്കിൽ ഗ്രാമത്തലവന്മാർ പറയും, വരൂ നമുക്ക് ഇന്ന സ്ഥലത്ത് നിങ്ങളുടെ മകനെ ഞങ്ങൾ താമസിപ്പിച്ചിട്ടുണ്ട്, വരൂ നമുക്ക് പോയി നോക്കാം, നിങ്ങളുടെ മകനെ ഞങ്ങൾ ഇപ്പം തന്നെ തിരിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോകും. കൊണ്ടുപോയി കഴിയുമ്പോൾ മകൻ ഇങ്ങനെ മരിച്ചു കിടക്കുന്ന രൂപമൊക്കെയാണ് കാണുന്നത്. ഉടനെ തന്നെ ഗ്രാമത്തലവന്മാർ പറയും, ഇത് നീലിയുടെ കാര്യമാണ്, നീലിയാണ് ഇതെല്ലാം ചെയ്തതെന്ന് പറയും. അപ്പോൾ ഈ വൃദ്ധയായ സ്ത്രീ എന്ത് പറയും? വൃദ്ധയായ സ്ത്രീയായി വന്നിരിക്കുന്ന നീലി എന്ത് പറയും? നീലയുടെ അല്ല ഈ പ്രവൃത്തികളെല്ലാം തന്നെ, മറിച്ച് ഈ പ്രവൃത്തികൾ നിങ്ങളുടെയൊക്കെ തന്നെയാണ്. എൻ്റെ മകനെ നിങ്ങളാണ് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളത് എന്നൊക്കെ ഈ വൃദ്ധ ഇരുന്ന് വിലപിക്കാനായിട്ട് തുടങ്ങും. കാരണം അവന് ഭാര്യയും മക്കളൊക്കെ ഉള്ളത് തന്നെയാണ്. അവൻ്റെ ഭാര്യ ഒരിക്കലും ഇങ്ങനെ ചെയ്യത്തില്ല. അപ്പം നിങ്ങൾ ആരൊക്കെയാണ് ഇത് ചെയ്ത് കൂട്ടിയത്? അവൻ്റെ പണം നിങ്ങൾ മോഷ്ടിച്ചിട്ടുണ്ടാകും, അവൻ്റെ കയ്യിലുള്ള പണം കണ്ടിട്ടാണ് നിങ്ങൾ ഇതൊക്കെ ചെയ്തതെന്നൊക്കെ ഈ വൃദ്ധ മാതാവ് ഇരുന്ന് പുലമ്പാൻ തുടങ്ങി. അങ്ങനെ ഈ വൃദ്ധ മാതാവ് എന്ത് ചെയ്തു? കണ്ണകി എങ്ങനെയാണോ നഗരത്തെ മുഴുവനും തൻ്റെ പാതിപ്രത്യം കൊണ്ട് നശിപ്പിച്ചത്, ചുട്ട് ചാമ്പലാക്കിയത്, അതുപോലെ ഞാൻ ഈ നഗരം മുഴുവനും, ഈ ഗ്രാമം മുഴുവനും ഞാനിവിടെ ചുട്ട് ചാമ്പലാക്കാൻ പോകുകയാണ് എന്ന്, കാവേരിപ്പൂം പട്ടണത്തെ ചുട്ട് ചാമ്പലാക്കാൻ പോകുകയാണ് എന്ന് ഈ വൃദ്ധയായിട്ടുള്ള സ്ത്രീ ഇരുന്ന് പറയും. ഇത് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ ഈ ഗ്രാമത്തലവന്മാരൊക്കെ കൂടി എന്ത് ചെയ്യും? വേണ്ട, അങ്ങനെ ഗ്രാമത്തെ മുഴുവനും നശിപ്പിക്കാനായിട്ട് പാടില്ല, എങ്കിൽ പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണോ അത് ചെയ്യാൻ പറയും. അപ്പോൾ നേരത്തെ തന്നെ ആർക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട്? ചെട്ടിയാർക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട്, അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അതേ പാത പിന്തുടർന്നോളാം. അങ്ങനെ ഒരു 69 പേരും അതേ പാത തന്നെ പിന്തുടരുന്നു. അവർ തീയൊക്കെ കൂട്ടി കത്തിച്ച് അതിലേക്ക് എടുത്ത് ചാടി ആത്മഹൂതി നടത്തുകയാണ് ചെയ്തത്. ഒരാൾ മാത്രം കൃഷിയിടത്തിലായിരുന്നു ഇത്രേ. കൃഷിയിടത്തിൽ കൃഷി ചെയ്തുകൊണ്ടിരുന്ന അയാളുടെ അടുത്തേക്ക് അയാളുടെ മകളുടെ രൂപത്തിൽ നീലി ഇവിടെ നിന്ന് പോകുകയും ഇവിടെ നടന്നു പോയ സംഭവങ്ങളെല്ലാം പറഞ്ഞ് ഭയപ്പെടുത്തി അയാളെയും എന്ത് ചെയ്യിപ്പിക്കുന്നു? ആത്മഹത്യ ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് കള്ളിയങ്കാട്ട് നീലിയുടെ കഥയായിട്ട് പ്രചരിക്കുന്നത്. അപ്പോൾ ഇത് തെക്കൻപാട്ടിൽ കാണുന്ന ഒരു കഥാരൂപമാണ്. വില്ലടിച്ചംപാട്ടിൻ്റെയൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു കഥയായി ഉപയോഗിക്കുന്ന കഥയാണ് ഈ നീലിക്കഥ എന്ന് പറയുന്നത്. ഇതിൽ നിന്നും കുറച്ചൊക്കെ വ്യത്യസ്തമായ മറ്റൊരു നീലിക്കഥ CV രാമൻപിള്ളയുടെ മാർത്താണ്ഡവർമ്മ എന്ന് പറയുന്ന നോവലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ഇതിൽ നിന്നും കുറേ കൂടി വ്യത്യസ്തമായതാണ്. പക്ഷേ ഇത് വളരെ പുരാതനമായിട്ടുള്ള നീലിക്കഥ എന്ന് പറയുന്ന തെക്കൻപാട്ടിലെ കഥയാണ്. ഈ കഥയോട് ചേർന്നിനി നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടി അറിയാനുണ്ട്. അതായത് നീലിക്കഥയിൽ കാണുന്ന സമൂഹം എങ്ങനെയുള്ളതാണ്, ആ സമൂഹത്തിൽ എന്തെല്ലാം രീതിയിലുള്ള ആചാര മര്യാദകൾ ഉണ്ടായിരുന്നു, അവരെന്തെല്ലാം കാര്യങ്ങളെ വിശ്വസിച്ചിരുന്നു,
ആ സമൂഹത്തിൻ്റെ ജീവിത രീതികൾ എങ്ങനെയുള്ളതായിരുന്നു, തൊഴിൽ മാർഗങ്ങൾ എങ്ങനെയുള്ളതായിരുന്നു. ഇത് UPSC നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നൊരു ഭാഗമാണ്. സമൂഹത്തിന് നേർക്ക് പിടിച്ച കണ്ണാടിയായി മാറുന്നത് എങ്ങനെയാണ്. നമ്മളൊരു കഥ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഇത്തരം കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ അത് നമുക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് ഓർക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ കഥയുടെ സാംസ്കാരിക പഠനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ UPSC മലയാളം എന്ന് പറയുന്ന നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ അതിൻ്റെ PDF ഫയലുകളും വിശദമായിട്ടുള്ള നോട്ടുകളും അതിൻ്റെ വിശദമായിട്ടുള്ള വിവരണങ്ങളും ഒക്കെ നിങ്ങൾക്ക് നൽകുന്നതാണ്. നിങ്ങൾക്ക് എപ്പോൾ അത് റെഫർ ചെയ്യാനായിട്ട് ആവശ്യമുണ്ടെങ്കിലും ആ ചാനലിൽ റെഫർ ചെയ്യാവുന്നതാണ്. ചാനലിൻ്റെ ലിങ്ക് വീഡിയോയുടെ കൂടെ ചേർക്കുന്നതാണ്.